ആകാശവാണി കവരത്തി. 90 തികഞ്ഞ് ആകാശവാണി. 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്. This is Akashvani. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. ഹൃദയതാളമായി, സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ. വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോടു കാതോരമെത്തുന്ന പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം. വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി പ്രാദേശിക ഭാഷകൾ, ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു. ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി. 90 തികഞ്ഞ് ആകാശവാണിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കടമത്ത് സ്വദേശി ഹിദായത്തുള്ള KK. TGT കെമിസ്ട്രി അധ്യാപകനായ ഹിദായത്തുള്ള നിലവിൽ ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടമത്തിലെ പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ റേഡിയോ ഓർമ്മകൾക്കായി കാതോർക്കാം. ഞാൻ ഹിദായത്തുള്ള KK, കെമിസ്ട്രി അധ്യാപകനാണ്. കടമത്ത് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററും കൂടിയാണ്. ആകാശവാണിയുടെ 90 സുവർണ വർഷങ്ങളെക്കുറിച്ച് എനിക്കിവിടെ സംസാരിക്കാൻ അവസരം ലഭിച്ചു. ആകാശവാണി കവരത്തി നിലയത്തിലെ പ്രിയപ്പെട്ട അധികൃതരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പ്രക്ഷേപണ ചരിത്രത്തിലെ ഏറ്റവും സുവർണവും മഹത്തരവുമായ ഒരു അധ്യായത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി അതിന്റെ വിജയകരമായ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ സുവർണ നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം നൽകിയതിൽ ആകാശവാണി കവരത്തി നിലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. വിജ്ഞാനവും വിനോദവും വിശ്വസനീയമായ വാർത്തകളും കോർത്തിണക്കി ഒരു ജനതയുടെ ഹൃദയമിടിപ്പായി മാറിയ മാധ്യമമാണ് ആകാശവാണി അഥവാ ഓൾ ഇന്ത്യ റേഡിയോ. ടെലിവിഷനുകളും സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി എന്ന പേര് ഇപ്പോഴും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെയുണ്ട്. കാരണം അത് വെറുമൊരു മാധ്യമമല്ല, നമ്മുടെയൊക്കെ ജീവന്റെ ഒരു അവിഭാജ്യ ഭാഗമാണ്. ആകാശവാണി പരസ്യ പ്രക്ഷേപണ വിഭാഗം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്. ഈ ഒരു വാചകം നമ്മുടെ കാതുകളിൽ പതിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും ഗൃഹാതരത്വവും മറ്റൊന്നിനും തരാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ആകാശവാണിയുടെ 90 വർഷത്തെ പ്രയാണം തികച്ചും ശ്രദ്ധേയവും ചരിത്രപരവുമാണ്. റേഡിയോ പ്രക്ഷേപണത്തിന്റെ തുടക്കകാല ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1920കളിൽ കുറച്ച് റേഡിയോ ക്ലബ്ബുകളുടെ കൂട്ടായ്മയിലൂടെയാണ് ഇന്ത്യയിൽ ഇതിന്റെ ആദ്യ വിത്തുകൾ പാകിയത്. തുടർന്ന് 1930ൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ISBS എന്ന പേരിൽ ഇതൊരു ഔദ്യോഗിക സംവിധാനമായി മാറി. അതിനുശേഷം 1936 ജൂൺ 8 ഈ പ്രസ്ഥാനത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന വിഖ്യാതമായ പേര് ലഭിക്കുന്നത്. പിൽക്കാലത്ത് 1956 ആകാശവാണി എന്ന മനോഹരമായ പേര് ഈ ദേശീയ മാധ്യമം ഔദ്യോഗികമായി സ്വീകരിക്കുന്നത്. എന്നാൽ ഈ പേരിന്റെ ചരിത്രത്തിന് അതിലും പഴക്കമുണ്ട്. 1935 മൈസൂരിൽ പ്രൊഫസർ MV ഗോപാലസ്വാമി ആരംഭിച്ച ഒരു സ്വകാര്യ റേഡിയോ സ്റ്റേഷന്റെ പേരായിരുന്നു ആകാശവാണി എന്നത്. ആകാശത്ത് നിന്നുള്ള ശബ്ദം എന്നർത്ഥം വരുന്ന ഈ പേര് മഹാനായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. പിൽക്കാലത്ത് അത് ഭാരതത്തിന്റെ ഔദ്യോഗിക ശബ്ദമായി മാറുകയായിരുന്നു. ബഹുജനഹിതായ ബഹുജന സുഖായ, എല്ലാവരുടെയും ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി എന്ന ആപ്തവാക്യത്താൽ നവീകരിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന ആകാശവാണി വിശ്വസനീയമായ വാർത്തകളിലൂടെയും ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളുടെയും ഇന്നും ഇന്ത്യൻ സമൂഹത്തിന്റെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഒരു പ്രധാന ദേശീയ വിവരണകാരൻ എന്ന നിലയിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രൂപീകരണത്തിലും ആകാശവാണി നിർണായകമായ പങ്ക് വഹിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ജനങ്ങളിലെത്തിക്കാനും 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയ വാർത്ത രാജ്യത്തെ അറിയിക്കാനും ആകാശവാണിയാണ് മുൻപന്തിയിൽ നിന്നത്.
സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ വെറും 6 റേഡിയോ നിലയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്ന് 591 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ഭീമാകാരമായ ഒരു ശൃംഖലയായി ആകാശവാണി വളർന്ന് പന്തലിച്ചത്. ഇത് ഇന്ത്യയിലെ 98% ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. 23 ഭാഷകളിലും 146-ലധികം പ്രാദേശിക ഭാഷാഭേദങ്ങളിലും സംപ്രേഷണം നടത്തുന്ന ആകാശവാണി 100-ലധികം വിദേശ രാജ്യങ്ങളിലേക്ക് സേവനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപുമായുള്ള ആകാശവാണിയുടെ ആത്മബന്ധം ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിലും വിദൂര പ്രദേശങ്ങളിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും ആകാശവാണി എന്നും മുൻപന്തിയിലായിരുന്നു. നമ്മുടെ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിയുമായുള്ള ബന്ധം വളരെ ആഴമേറിയതും ഹൃദയസ്പർശിയുമാണ്. ഒരു കാലത്ത് പ്രധാന ഭൂപ്രദേശങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടന്ന നമ്മുടെ ലക്ഷദ്വീപ് ജനതയെയും മെയിൻലാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരേ ഒരു പാലം ആകാശവാണിയായിരുന്നു. കൊടുങ്കാറ്റും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ദ്വീപ് നിവാസികൾക്ക് ഏക ആശ്രയം റേഡിയോയിലൂടെയുള്ള അറിയിപ്പുകളായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1964 വരെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോടായിരുന്നു എന്ന ചരിത്രം നമുക്കറിയാം. ആയതിനാൽ അക്കാലത്ത് ലക്ഷദ്വീപിലുള്ള എല്ലാ വാർത്തകളും ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലൂടെയായിരുന്നു പ്രക്ഷേപണം ചെയ്തിരുന്നത്. പിന്നീട് 1993 ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തി ദ്വീപിൽ ആകാശവാണിയുടെ സ്വന്തം നിലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. ദ്വീപുകാരുടെ ജീവനാഡിയായ കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, കാർഷിക വാർത്തകൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടാതെ ദ്വീപുകാരുടെ ഒഴിവു സമയങ്ങളെ വിജ്ഞാനവും വിനോദവും കൊണ്ട് രസകരമാക്കി മാറ്റിയ നിരവധി സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം ജനകോടികളിലേക്ക് എത്തിക്കാൻ ആകാശവാണി വഹിച്ച പങ്ക് ചെറുതല്ല. എനിക്ക് ആകാശവാണിയുമായി വളരെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. എന്റെ കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ്. ലക്ഷദ്വീപിലെ ആദ്യകാല അധ്യാപകരിൽ ഒരാളായിരുന്നു എന്റെ പ്രിയപ്പെട്ട പിതാവ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിലൂടെ പാട്ടും വാർത്തകളും കേട്ടാണ് ഞാൻ വളർന്നത്. പ്രായം കൂടുന്തോറും റേഡിയോയോടുള്ള എന്റെ സ്നേഹവും വളർന്നു. ഇന്നും ആ ശീലം ഞാൻ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും റേഡിയോ എന്റെ കൂടെയുണ്ട്. എല്ലാ ദിവസവും 6:45 പ്രാദേശിക വാർത്ത കേൾക്കുക, ആകാശവാണി കവരത്തി നിലയത്തിലെ പ്രക്ഷേപണങ്ങൾ കേൾക്കുക എന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ചിലപ്പോൾ റേഡിയോ കയ്യിലില്ലാതെ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ പോലും മൊബൈലിലെ ആകാശവാണി ആപ്പ് വഴി ഞാൻ വാർത്തകളും പരിപാടികളും കേൾക്കാറുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണ റേഡിയോ കേൾക്കാൻ എന്നെ ഒരല്പം പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. അത് 1985 അന്ന് എന്റെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെയായിരുന്നു. പരീക്ഷാഫലം എന്താകും എന്നറിയാനുള്ള പരിഭ്രാന്തിയും നെഞ്ചിടിപ്പും ഇന്നും എന്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നു. അതുപോലെ എന്റെ ഓർമ്മയിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു വലിയ ദാരുണ വാർത്തയുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധം. ആ വാർത്ത രാജ്യം അറിഞ്ഞത് ആകാശവാണിയിലൂടെയായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെക്കുറിച്ചും അവരുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗങ്ങളെക്കുറിച്ചും ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രത്യേകിച്ച് 1984 ഒക്ടോബർ 30 ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ വെച്ച് അവർ നടത്തിയ ആ അവസാന പ്രസംഗം എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ മുഴുവനായി മനഃപ്പാടമാക്കിയിരുന്നു. അതൊക്കെ റേഡിയോ എന്ന മാധ്യമം എന്റെ മനസ്സിൽ ചെലുത്തിയ വലിയ സ്വാധീനമാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ആകാശവാണിയുടെ മറ്റൊരു ആദരവ് കൂടിയുണ്ട്. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് SSLC പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആകാശവാണി പ്രത്യേക വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. എന്റെ അധ്യാപന ജീവിതത്തിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിനും അവർക്ക് ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഈ പരിപാടികൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ആകാശവാണിയോട് അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിപണിയിൽ പുതിയ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ദൃശ്യമാധ്യമങ്ങളും എത്രയൊക്കെ വന്നാലും ആകാശവാണിയുടെ പ്രഭ മങ്ങിക്കാനോ അതിനെ അടിച്ചമർത്താനോ അവക്കൊന്നുമായിട്ടില്ല. കാതുകളെയും മനസ്സുകളെയും ഒരുപോലെ തൊട്ടറിഞ്ഞ് വിജ്ഞാനവും വിനോദവും പകർന്നും ഇന്നും ആകാശവാണി അതിന്റെ വിജയകരമായ പ്രയാണം തുടരുകയാണ്. ഈ 90 സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കിയ ആകാശവാണിക്ക്, പ്രത്യേകിച്ചും നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആകാശവാണി കവരത്തി നിലയത്തിന് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ശബ്ദമായി, വഴികാട്ടിയായി ആകാശവാണി എന്നും നിലകൊള്ളട്ടെ. സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ മാറിയാലും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ആ ശബ്ദം ഓരോ ഭാരതീയന്റെയും കാതുകളിൽ ഇനിയും മുഴങ്ങിക്കൊണ്ടിരിക്കും.
എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. TGT കെമിസ്ട്രി അധ്യാപകനും നിലവിൽ കടമത്ത് ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന കടമത്ത് സ്വദേശി ഹിദായത്തുള്ള KK ആണ് ഇന്നത്തെ 90 തികഞ്ഞ് ആകാശവാണിയിൽ പങ്കെടുത്തത്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ. 90 തികഞ്ഞ് ആകാശവാണി.